മുംബൈ പ്രതിഭകൾക്കായി വിഭാവനം ചെയ്ത മ്യൂസിക് റിയാലിറ്റി ഷോയുടെ രണ്ടാം ഘട്ട മത്സരത്തിന് തുടക്കം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച ഇങ്ങനെ പുറത്ത് നല്ല തണുത്ത മഴയും അകത്തൊരു ചൂട് ചായയും ഒക്കെ ആയിട്ട് അതിന് സംഗീത സാന്ദ്രമായ ഒരു തുടക്കം കൂടെ ആയാൽ പിന്നെ ഇറ്റ്സ് ലൈക്ക് എ ചെറി ഓൺ ദ കേക്ക് അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഞായറാഴ്ചയ്ക്ക് വീണ്ടും സംഗീത സാന്ദ്രമായ ഒരു തുടക്കം കുറിക്കാനായി ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു. ആംചി മുംബൈ കാ അപ്ന റിയാലിറ്റി ഷോവുമായി ഗുഡ് വിൻ ഗോൾഡൻ വോയ്സ് 2016. ഗുഡ്വിൻ ഗോൾഡൻ വോയ്സ് 2016 നാടൻ പാട്ട് വിഭാഗത്തിൽ അവതാരികയായി എത്തുന്നു മോഡലും നടിയുമായ ഗീത പൊതുവാൾ. മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ശ്രീ കാവാലം ശ്രീകുമാർ, ശ്രീ പുതുശ്ശേരി ജനാർദ്ദനൻ, ഉത്തര ഉണ്ണി. അങ്ങനെ പ്രേക്ഷകരുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ ഞങ്ങളിതാ വീണ്ടും എത്തിയിരിക്കുന്നു രണ്ടാം ഘട്ട മത്സരവുമായി നാടൻ പാട്ട് റൗണ്ട്. അതിൽ ആദ്യമായി എത്തുന്ന മത്സരാർത്ഥി നമ്മുടെ ഓഡീഷൻ റൗണ്ടിൽ അമ്മ മഴക്കാറിന് പിന്നെ അജിത ഹരി ജയ എന്നമാരത്തെ ഇമോഷണൽ ആയിട്ടുള്ള പാട്ടുകളൊക്കെ പാടി ജഡ്ജസിനും ഓഡിയൻസിനെയൊക്കെ വളരെ ഇമോഷണൽ ആക്കിയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒന്നാം മണിക്കിണറ്റിൽ വള കളഞ്ഞ പെണ്ണ് മാലതിക്ക് പൊൻവള കൊടുക്കാനായി വരിക. ആരത്? ലെറ്റ്സ് വെൽക്കം അവർ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് രാഹുൽ മുരളീധരൻ. രാഹുൽ ഫുൾ ഫോമിൽ വന്നിട്ടുണ്ടല്ലോ. ഓൾറെഡി ഓൾ സെഡ്. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഒന്നാം മണിക്കിണറ്റില് എന്നുള്ള പാട്ട്. ഫുള്ളി റെഡി അല്ലേ? ജഡ്ജസും റെഡിയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഒന്നാം മണിക്കിണറ്റില് വളകളഞ്ഞേ പെണ്ണുമാലതിയേ, മണിക്കിണറ്റില് വളകളഞ്ഞേ പെണ്ണുമാലതിയേ, ഒന്നാം മണിക്കിണറ്റില് വളകളഞ്ഞേ പെണ്ണുമാലതിയേ, ഒന്നാം മണിക്കിണറ്റില് വളകളഞ്ഞേ പെണ്ണുമാലതിയേ, വളയും കളഞ്ഞേ ചുംബെന്നവിടെ നിന്നും പേശുന്നേ, വളയും കളഞ്ഞേ ചുംബെന്നവിടെ നിന്നും പേശുന്നേ, പേശാതെ നില്ലടി പെണ്ണേ കനകപ്പൊൻവള ഞാൻ തരാം, പേശാതെ നില്ലടി പെണ്ണേ കനകപ്പൊൻവള ഞാൻ തരാം, കനകപ്പൊൻവള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ, 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 മുത്തും പൊന്നോല മോദം പടിയൻ ചുംപൊന്നോല, പടിയൻ ചുംപൊന്നോല, പാണ്ടിമന്ദളം പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല, പാണ്ടിമന്ദളം പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല, കൊല്ലത്ത രാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളും, 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 രണ്ടാം മണിക്കിണറ്റില് വളകളഞ്ഞേ പെണ്ണുമാലതിയേ, രണ്ടാം മണിക്കിണറ്റില് വളകളഞ്ഞേ പെണ്ണുമാലതിയേ, രണ്ടാം മണിക്കിണറ്റില് വളകളഞ്ഞേ പെണ്ണുമാലതിയേ, രണ്ടാം മണിക്കിണറ്റില് വളകളഞ്ഞേ പെണ്ണുമാലതിയേ, വളയും കളഞ്ഞേ ചുംബെണ്ണവിടെ നിന്നും പേശുന്നേ, വളയും കളഞ്ഞേ ചുംബെണ്ണവിടെ നിന്നും പേശുന്നേ, പേശാതെ നില്ലടി പെണ്ണേ കനകപ്പൊൻവള ഞാൻ തരാം, പേശാതെ നില്ലടി പെണ്ണേ കനകപ്പൊൻവള ഞാൻ തരാം, കനകപ്പൊൻവള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ, 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 മുത്തും പൊന്നോല മോദം പടിയൻ ചുംപൊന്നോല, മുത്തും പൊന്നോല മോദം പടിയൻ ചുംപൊന്നോല, പാണ്ടിമന്ദളം പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല, പാണ്ടിമന്ദളം പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല, കൊല്ലത്ത രാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളം, കൊല്ലത്ത് രാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളം, കൊല്ലത്ത രാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളം, കൊല്ലത്ത് രാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളം, മൂന്നാം മണിക്കിണറ്റില് വളകളഞ്ഞേ പെണ്ണുമാലതിയേ, മൂന്നാം മണിക്കിണറ്റില്
വളകളഞ്ഞേ പെണ്ണുമാലതിയേ വളയും കളഞ്ഞേ ചുംബെണ്ണവിടെ നിന്നും പേശുന്നേ വളയും കളഞ്ഞേ ചുംബെണ്ണവിടെ നിന്നും പേശുന്നേ പേസാതെ നില്ലടി പെണ്ണെ കനകപ്പൊൻ വളഞ്ഞാന്തരാ പേസാതെ നില്ലടി പെണ്ണെ കനകപ്പൊൻ വളഞ്ഞാന്തരാ കനകപ്പൊൻ വള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ 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 മുത്തും പൊന്നോലമോ നമ്മടിയൻ ചുംപൊന്നോല പാണ്ടി മന്ദളം പൊന്നോല വട ജയിച്ചു വന്നതും പൊന്നോല കൊല്ലത രാജാവേറി വന്നൊരു ജല്ല കുതിരയും പട്ടാളം കൊല്ലത രാജാവേറി വന്നൊരു ജല്ല കുതിരയും പട്ടാളം നാലാം മണിക്ക് നെറ്റില് വളകളഞ്ഞേ പെണ്ണുമാലതിയേ നാലാം മണിക്ക് നെറ്റില് വളകളഞ്ഞേ പെണ്ണുമാലതിയേ വളയും കളഞ്ഞേ ചുംബെണ്ണവിടെ നിന്നും പേശുന്നേ വളയും കളഞ്ഞേ ചുംബെണ്ണവിടെ നിന്നും പേശുന്നേ പേസാതെ നില്ലടി പെണ്ണെ കനകപ്പൊൻ വളഞ്ഞാന്തരാ പേസാതെ നില്ലടി പെണ്ണെ കനകപ്പൊൻ വളഞ്ഞാന്തരാ കനകപ്പൊൻ വള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ 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 മുത്തും പൊന്നോലമോ നമ്മടിയൻ ചുംപൊന്നോല പാണ്ടി മന്ദളം പൊന്നോല വട ജയിച്ചു വന്നതും പൊന്നോല കൊല്ലത രാജാവേറി വന്നൊരു ജല കുതിരയും പട്ടാളം 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 രാഹുൽ സോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇപ്പൊ ഇച്ചിരി കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. ഇപ്പോൾ തോന്നുന്നുണ്ടെന്നോ? അപ്പൊ രാഹുൽ എനിക്ക് തോന്നില്ലേ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്? ബെസ്റ്റ് പെർഫോമൻസ് ആണോ രാഹുലിനെ ഫീൽ ചെയ്തത്? ആരുടെയും കണ്ടിട്ടില്ല, അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഐ ഹോപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് കടക്കാം. ശ്രീകുമാർ സർ. രാഹുൽ അസലായിരുന്നു. ഒരു വിഷ്വൽ ട്രീറ്റ് കൂടിയായിരുന്നു. പിന്നെ ഈ ഫോക്കിന്റെ ഒരു സ്വഭാവം രാഹുലിന് നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട്. അതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇത് പാടുമ്പോഴും. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ ഈണങ്ങളൊക്കെ സെയിം ആണെങ്കിൽ താളത്തിനുള്ള വ്യത്യാസം, 6/8 കോമൺ താളങ്ങളും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടുവരുന്ന ഒരു സുഖമുണ്ട്. പിന്നെ സാഹിത്യ പ്രധാനമാണിത് കൂടുതലും. അപ്പൊ അതിന്റെ മ്യൂസിക്കൽ എലമെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ പറഞ്ഞ ഈ ഒരു റഫായിട്ടുള്ള ആ ഒരു സിംഗിങ് തന്നെയാണ്. അത് അസലായിട്ട് പാടിയിട്ടുണ്ട്. നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ജനാർദ്ദനൻ സർ. രാഹുൽ നമസ്കാരം. ഗംഭീരമായി പാട്ട്. തെക്കൻ കേരളങ്ങളിൽ പാടി വരുന്ന വട്ടക്കളി പാട്ടാണത്. വട്ടത്തിൽ കളിച്ച് പാടുന്ന പാട്ടാണ് വട്ടക്കളി പാട്ട്. സിമ്പിൾ ആയിട്ട് പറയാം. ഈ നാടൻ പാട്ടിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും പങ്കെടുക്കാം. നിർബന്ധമായും സംഗീതം അറിഞ്ഞിരിക്കണമെന്ന് ഒട്ടും ആവശ്യമില്ല. നിങ്ങൾ പാടിയ വരികൾ തന്നെ എല്ലാവർക്കും ഏറ്റു പാടാം, ഏറ്റ് കളിക്കാം. അതാണ് നാടൻ പാട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ വട്ടക്കളിപ്പാട്ട് യഥാർത്ഥത്തിൽ ഭൂമിയെ നമിക്കുന്നതാണ്. സർവ്വജീവജാലങ്ങളെയും നമിക്കുക, നമ്മൾക്ക് ജീവനും ജീവിതം തന്ന ഈ ഭൂമിയെ നമിക്കുക എന്നതാണ് വട്ടക്കളിപ്പാട്ടിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. അതിൽ വളരെ എല്ലാവർക്കും രസമായിട്ട് പങ്കെടുക്കാൻ വിധത്തിലുള്ള ഈണങ്ങളും താളങ്ങളും വരികളുമാണ്. അത് വളരെ ഗംഭീരമായി പാടി നന്നായി. ഉത്തര മാം. രാഹുൽ
നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ടെക്നിക്കലായിട്ട് പറയാൻ അറിയില്ല. എന്നാലും നമുക്കൊരു പാട്ട് കേൾക്കുമ്പോൾ അറിയാം ആ ഒരു എനർജി കാരണം ഞങ്ങൾക്ക് കണ്ടിരുന്നവർക്ക് പോലും ഇങ്ങനെ താളട്ട് പോയി. അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു തന്നത്. മൊത്തത്തിൽ ടീം വർക്ക് വളരെ നല്ലതായിരുന്നു. എല്ലാവരും അതിനനുസരിച്ച് എൻതൂസിയസ്റ്റിക് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. രാഹുൽ അപ്പം മാർക്ക് അറിയണ്ടേ? ശ്രീകുമാർ സർ, ഔട്ട് ഓഫ് 45 38. താങ്ക് യു സോ മച്ച്. 45-ൽ 40. താങ്ക് യു. Out of 10, 8. അങ്ങനെ നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി നിങ്ങൾക്ക് മുന്നിൽ നാടൻ പാട്ട് പാടിയപ്പോൾ തന്നെ ഒരു കളർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനി ബാക്കിയുള്ള ധമാൽ എന്തായിരിക്കുമെന്ന്. അപ്പൊ എന്തായാലും ഇനി ബാക്കി പാട്ടുകൾ ഇതാ വരാനിരിക്കുന്നു. ഇനി അടുത്ത മത്സരാർത്ഥി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് കൈതോല പായ വിരിച്ച് കാതുകുത്താൻ വരുന്ന അമ്മാവന്മാരെ കാത്തിരിക്കുകയാണ്. ശ്രീലക്ഷ്മി. ലെറ്റ്സ് വാച്ച്. കൈതോല പായ വിരിച്ച് പായയിലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താനെപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കാതുകുത്താനെപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ കൈതോല പായ വിരിച്ച് പായയിലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താനെപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കാതുകുത്താനെപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ ഉന്നത്തങ്ങാടി ഷോപ്പിൽ കയറി പള്ള നിറയെ കള്ള് കുടിച്ച് ഉന്നത്തങ്ങാടി
സ്മൈലിംഗ് ഫേസ് അല്ലേ? ജഡ്ജ്മെന്റ് പോവാ, ചോദിക്കാം ജഡ്ജസോട്. ജനാർദ്ദനൻ സർ. നാടൻപാട്ട് ശാഖയിൽ എഴുതപ്പെട്ട പാട്ടാണ് ഈ കൈതോല പയവിരിച്ചെന്നുള്ള പാട്ട്. പക്ഷേ ഒരു പഴമ, ആ പഴമകളെല്ലാം ഉൾക്കൊണ്ട് തന്നെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. നല്ലൊരു നാടൻ പാട്ട് ഗണത്തിൽ പെടുത്താവുന്നതാണ്. വാമൊഴിയല്ല, എഴുതപ്പെട്ട പാട്ട് തന്നെയാണത്. എനിക്ക് ശ്രീലക്ഷ്മിയോട് പറയാനുള്ളൊരു കാര്യം, സൂര്യ കൃഷ്ണമൂർത്തി സാറിൻ്റെ മുറിവുകൾ എന്ന പുസ്തകത്തിൽ ഒരു പറയുന്നുണ്ട്, വേദിയിൽ അതിഗംഭീരമായി നടനം ചെയ്യുകയാണ്. ഇത് പരിപാടി കഴിഞ്ഞ ശേഷം വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അത്ര ഗംഭീരമായി നടനം ചെയ്യുന്നു, ഓഡിയൻസ് ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കലാകാരൻ പറയുകയാണ്, ഇത് കാണാൻ ആട്ടവിളക്കുണ്ടല്ലോ, അവിടെ ദേവനും ദേവിയുണ്ടല്ലോ എന്നുള്ള മനോഭാവത്തോടു കൂടി അത് ഗംഭീരമായി അവതരിപ്പിക്കണം. ഓഡിയൻസിനെ സ്വയം രസം ഏറ്റുവാങ്ങണം. അങ്ങനെ ഏറ്റുവാങ്ങിയാൽ മാത്രമേ ഓഡിയൻസ് അത് ഏറ്റുവാങ്ങുകയുള്ളൂ. അവളുടെ പാട്ട് നാടൻ പാട്ട് ഗണത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതല്ല, പക്ഷെ എഴുതപ്പെട്ട പാട്ട് ആയതുകൊണ്ട് ഗംഭീരമായി അവതരിപ്പിച്ച് തന്നെ പറയാം. നമ്മളുടെ കാതുകുത്തല് അങ്ങനെയുള്ള ചടങ്ങുകൾ ഇപ്പോഴും അപൂർവമായി നടക്കുന്നുണ്ട്. അതെല്ലാം ഓർമ്മിക്കുന്നത് കൊണ്ട് അത് വലിയൊരു എന്താ പറയുക, മലയാളത്തിൻ്റെ ഒരു ഗൃഹാതുരതയ്ക്ക് എന്ന് പറയുന്നില്ലേ, അവിടേക്ക് വിളിച്ചു തന്നു പാട്ട്. നന്നായിരുന്നു പാട്ട്. ഉത്തര മാം. നന്നായി പാടി. വളരെ സ്വീറ്റ് ആയിട്ട് ആ ഫീലോട് കൂടി തന്നെ പാടി. നമുക്ക് ഇങ്ങനെ എപ്പോ വരും കാതുകുത്താന്ന് ചോദിച്ചിരിക്കുന്നത്, അത് ആ ഒരു വളരെ സ്വീറ്റ് ആയിട്ട് തന്നെ ചോദിക്കുന്ന ഭാവം ആ പാട്ടിൽ വന്നിട്ടുണ്ട്. വളരെ നന്നായി പാടി. കോസ്റ്റ്യൂമും എല്ലാം നന്നായിരുന്നു, നന്നായി ചേരുന്നുണ്ട്. നല്ല പാട്ട്. ശ്രീകുമാർ സർ. നന്നായിട്ട് പാടി. നമ്മൾ ഒരു പുതിയ പാട്ടാണെന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെ അറിയുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഈ കൃഷിയൊക്കെ നശിച്ചു, അന്നുണ്ടായ കൃഷിപ്പാട്ടുകൾ അത്ര ഒരു നന്മയൊന്നും ഇപ്പം ആർക്കും ഇല്ല. അപ്പം അതുകൊണ്ട് പാട്ടുകൾ ഉണ്ടാകുന്നില്ല. പക്ഷെ ഇങ്ങനെ ഇത്തരം പാട്ടുകൾ ഉണ്ടാകുന്നെങ്കിൽ, ഇതിപ്പോൾ കൃഷിപ്പാട്ട് അല്ലെങ്കിൽ പോലും ഇത്തരം ഒരു നാടൻ പാട്ട് ഉണ്ടാകുന്നതെങ്കിൽ അതിൻ്റെ ഒരു നന്മയുടെ അംശമുണ്ട്. ആ നന്മ ഇപ്പോഴും നാട്ടിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് കുറച്ചെങ്കിലും കാടുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നല്ലേ, അല്ലെങ്കിൽ അതൊക്കെ നശിപ്പിച്ചു കളയും. അപ്പം ആ നന്മ എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അത് സംഗീതവും പ്രകൃതിയുമായിട്ട് വളരെ ഇണങ്ങി നിൽക്കുന്നു. അങ്ങനെ ഒരു ഏകദാനത ഈ പാട്ടിനുമുണ്ട്. ഒരേ ടൈപ്പുള്ള ഒരു ഈണം, ആ ഒരു താളം, അതിങ്ങനെ ഒഴുക്കുണ്ട്. ആ ഒഴുക്കാണ് ഫോക്കിൻ്റെ ആ ഇത് എന്ന് പറയുന്നത്. ആ ഫോക്കിൻ്റെ ആ ഒരു നന്മ ഈ പാട്ടിലുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി മാർക്സ്. ഓക്കെ. ജനാർദ്ദനൻ സർ. ശ്രീലക്ഷ്മിയുടെ മാർക്സ് 45-ൽ 37 മാർക്ക്. ഉത്തര മാം. 8 out of 10. ശ്രീകുമാർ സർ. 38 out of 45. കാതുകുത്താനായി വരുന്ന അമ്മാവന്മാരെ കാത്തിരിക്കുന്ന ശ്രീലക്ഷ്മിയും പെൺമാലതിക്ക് പൊൻവള കൊടുക്കാനായി പോയ രാഹുലിന് ശേഷം ഇനി മികച്ച ഒരുപാട് ഗായകർ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. അവരുമായി ഞങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും എത്തും. ടിൽ ദെൻ മുംബൈയിലെ വിശേഷങ്ങൾ കുറച്ച് നമുക്കറിയാം. ഇറ്റ്സ് ടൈം ഫോർ ഫാസ്റ്റ്. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളോടൊപ്പം വികസന രംഗത്ത് കേരളത്തിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പൂനെയിൽ ചിഞ്ചുവാഡ മലയാളി സമാജത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും മാത്രമാണ് കേരളം മുന്നിട്ട് നിൽക്കുന്നതെന്നും എന്നാൽ വികസനത്തിന്റെ കാര്യത്തിൽ കേരളം ഇനിയും ബഹുദൂരം പോകാനുണ്ടെന്നും മുൻ മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ നമ്മൾ സ്വീകരിച്ച വ്യത്യസ്തമായ സമീപനങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളോടൊപ്പം വികസന രംഗത്ത് നമുക്ക് മുമ്പോട്ട് വരാൻ സാധിച്ചില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ് കേരളത്തിന് വികസനത്തിന്റെ കാര്യത്തിൽ പുറകോട്ടടിച്ച വസ്തുതയെന്നും അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ പരിമിതികളെ മറികടക്കാൻ കഴിയുള്ളൂ എന്ന് ഇപ്പോൾ തനിക്ക് ബോധ്യമായെന്നും ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകൾ കൊണ്ട് നമുക്ക് വളരെയേറെ പരിമിതികളുണ്ടായി. ഇന്നിപ്പോൾ അത് ബോധ്യമായി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
50 വർഷം കൊണ്ട് നേടിയ നേട്ടം പൂനെ മലയാളികൾക്ക് മാത്രമല്ല മാതൃ സംസ്ഥാനത്തിനും അഭിമാനകരമാണെന്നും ആ മതിപ്പോടുകൂടിയാണ് താൻ മടങ്ങുന്നതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. 50 വർഷം നിങ്ങൾ നേടിയ നേട്ടങ്ങൾ നിങ്ങളോടൊപ്പം നിങ്ങളുടെ നാടായ കേരളത്തിനും അഭിമാനമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് പോകുന്നത്. 50ന്റെ നിറവിൽ നിൽക്കുന്ന സമാജത്തിന്റെ വളർച്ചയുടെ വിജയരഹസ്യം മാതൃകാപരമായി പ്രവർത്തിക്കുന്ന അംഗങ്ങളാണെന്ന് ജനറൽ സെക്രട്ടറി ടി പി വിജയൻ പറഞ്ഞു. ചിഞ്ചോട് മലയാളി സമാജം ഇന്ന് വേറിട്ട് നിൽക്കുന്നതിന്റെ ചില പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഇതിന്റെ അംഗങ്ങളായിട്ടുള്ളവരാണ് ഏറ്റവും വലിയ ശക്തി. ചെറിയ തുടക്കത്തിലൂടെ പ്രവർത്തനം തുടങ്ങിയ സമാജത്തിന്റെ പ്രയാണം ഇന്നത്തെ നിലയിലെത്തിയതിനു പുറകിൽ ഒട്ടനവധി പേരുടെ നിസ്വാർത്ഥ സേവനമാണെന്നും പ്രസിഡന്റ് ഭാസ്കരൻ പറഞ്ഞു. ചിഞ്ചോട് മലയാളി സമാജം ഇതിന്റെ പുറകിലുള്ള പ്രധാന ഒരു കാരണം ഇന്നത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ചില പ്രവർത്തന രീതികൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ചിഞ്ചോട് മലയാളി സമാജം ഒരു വേറിട്ട വഴിയിലേക്ക് പോകാനുള്ള പ്രധാന കാരണം. ചടങ്ങിൽ മുൻ അംബാസഡർ ടി പി ശ്രീനിവാസൻ, ശ്രീരംഗപ്പ ഭരണെ MP തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഫാസ്റ്റ് ന്യൂസോടെ പൂർണ്ണമാകുന്ന കൂടുതൽ മുംബൈ വാർത്തകൾ എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 9:30 പീപ്പിൾ TV.